ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP ആണെന്നറിയാത്ത ആരും തന്നെ ഇന്ത്യ മഹാരാജ്യത്തിൽ ഉണ്ടാകില്ല. പക്ഷേ ഇന്നത്തെ ആം ആദ്മി പാർട്ടിയും നാളത്തെ BJP ആണ് എന്ന് തെളിയിച്ചിരിക്കുകയാണ് ചണ്ഡീഗഡിലെ ആം ആദ്മി പാർട്ടി. ചണ്ഡീഗഡിലെ മേയർ തെരഞ്ഞെടുപ്പ് സുപ്രീം കോടതി വരെ എത്തി വലിയ വിവാദമായി നിൽക്കുമ്പോൾ ഇതാ ചണ്ഡീഗഡിലെ 3 ആം ആദ്മി പാർട്ടിയുടെ കൗൺസിലർമാർ കൂറുമാറി BJPയിൽ ചേർന്നിരിക്കുകയാണ്. ഇന്ന് രാവിലെയാണ് അവർ BJPയിൽ ചേർന്നത്. ഇതോടെ ഇന്ന് സുപ്രീം കോടതി ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പ് കേസ് പരിഗണിക്കാനിരിക്കുകയാണ്. ആ കേസിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ BJPക്ക് വിജയിക്കാവുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. അതിന് കാര്യം ഈ 3 കൗൺസിലർമാർ നഷ്ടപ്പെട്ടതോടെ ആം ആദ്മി പാർട്ടിക്കും കോൺഗ്രസിനും ചേർത്ത് അവിടെ 17 കൗൺസിലർമാരേ ഉള്ളൂ. എന്നാൽ BJPക്ക് ഈ 3 കൗൺസിലർമാരുടെ പിന്തുണ കൂടി ലഭിക്കുന്നതോടെ 18 വോട്ടുകൾ ലഭിക്കാനുള്ള സാഹചര്യം രൂപപ്പെട്ടിരിക്കുകയാണ്. ഇതിന് പുറമെ ഒരു എക്സ് ഒഫീഷ്യ അംഗത്തിന്റെ പിന്തുണയും BJPക്ക് ഉള്ളതുകൊണ്ട് തന്നെ 19 വോട്ടുകൾ 17-നെതിരെ 19 വോട്ടുകൾ സമാഹരിക്കാൻ നിലവിലത്തെ അവസ്ഥയിൽ BJPക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു BJPയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ വിധിയാണ് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് വരുന്നതെങ്കിലും അത് ഒരു വിധത്തിലും തങ്ങളുടെ തെരഞ്ഞെടുപ്പ് വിജയത്തെ ബാധിക്കാതിരിക്കാനുള്ള ഒരു നിർണായക നീക്കമാണ് BJP ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ചണ്ഡീഗഡിലെ മേയർ തെരഞ്ഞെടുപ്പ് സുപ്രീം കോടതിയിലെത്തിയപ്പോൾ രൂക്ഷമായ ഭാഷയിലാണ് സുപ്രീം കോടതി BJPയുടെ ഈ ജനാധിപത്യ വിരുദ്ധ നീക്കത്തെ വിശേഷിപ്പിച്ചത്. സുപ്രീം കോടതി എടുത്തു പറഞ്ഞ കാര്യം ഇത് ജനാധിപത്യത്തെ കശാപ്പു ചെയ്യലാണ്. ഇത് നടന്ന സംഭവങ്ങൾ, പ്രത്യേകിച്ച് ഭരണാധികാരി തന്നെ ബാലറ്റ് പേപ്പറിൽ വികൃതപ്പെടുത്തി വോട്ടുകൾ, പ്രതിപക്ഷ വോട്ടുകൾ അസാധുവാക്കിയ നടപടി ഒരു ഞെട്ടിക്കുന്ന കാര്യമാണ് എന്ന് സുപ്രീം കോടതി എടുത്തു പറയുകയുണ്ടായി. ആ സുപ്രീം കോടതിയിൽ നിന്നും ഒരു വിപരീതമായ വിധി ഉണ്ടാകും എന്നത് ഉറപ്പായി നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ 3 ആം ആദ്മി പാർട്ടിയുടെ കൗൺസിലർമാരെ മറുകണ്ഠം ചാടിച്ചെത്തിച്ച് നില പരിങ്ങലിലല്ലാതെ ഇത്തിരി സുരക്ഷിതമാക്കി മാറ്റിയിരിക്കുകയാണ് BJP. നമുക്കറിയാം, ഈ കഴിഞ്ഞ ജനുവരി 30-നാണ് ചണ്ഡീഗഡിൽ മേയർ തെരഞ്ഞെടുപ്പ് നടന്നത്. കഴിഞ്ഞ മേയർ തെരഞ്ഞെടുപ്പ്, അതായത് കഴിഞ്ഞ തവണത്തെ മേയർ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിട്ടുനിന്നതിനെ തുടർന്നായിരുന്നു BJPക്ക് മേയർ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ സാധിച്ചത്. ഇത്തവണ ബദ്ധവൈരികളെന്നറിയപ്പെട്ടിരുന്ന കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും എല്ലാ വ്യത്യാസങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഇന്ത്യ സഖ്യമെന്ന നിലയിൽ ഒരുമിച്ച് മത്സരിച്ച ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ചണ്ഡീഗഡിലെ മേയർ തെരഞ്ഞെടുപ്പ്. ആ മേയർ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്ക് 13 കൗൺസിലർമാരും കോൺഗ്രസിന് 7 കൗൺസിലർമാരും BJPക്ക് 15 കൗൺസിലർമാരുമാണ് ഉണ്ടായിരുന്നത്. ഒരു എക്സ് ഒഫീഷ്യ മെമ്പറിന്റെ പിന്തുണ കൂടി ലഭിച്ചാലും BJPക്ക് 16 വോട്ടുകളും ആം ആദ്മി പാർട്ടിക്കും കോൺഗ്രസിനും ചേർന്ന് 20 വോട്ടുകളും ലഭിക്കുമെന്ന സാഹചര്യം നിലനിൽക്കെ വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഞെട്ടി. BJPക്ക് 16 വോട്ടുകൾ ലഭിച്ചപ്പോൾ ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സഖ്യത്തിന് ലഭിച്ചത് വെറും 12 വോട്ടുകളാണ്. 8 വോട്ടുകളാണ് ഭരണാധികാരിയായി ഇരുന്ന വ്യക്തി അസാധുവാക്കി മാറ്റിയത്. അങ്ങനെ വലിയ ജനാധിപത്യ വിരുദ്ധമായ ഒരു നീക്കത്തിലൂടെയായിരുന്നു ചണ്ഡീഗഡിലെ മേയർ തെരഞ്ഞെടുപ്പ് BJP അട്ടിമറിച്ചത്. ആ ജനാധിപത്യ വിരുദ്ധ തീരുമാനത്തിൽ സുപ്രീം കോടതിയിൽ നിന്ന് ഒരു തിരിച്ചടി ലഭിക്കാൻ പോകുന്നു എന്ന തിരിച്ചറിവിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ആം ആദ്മി പാർട്ടിയുടെ കൗൺസിലർമാരെ കൂടി മറുകണ്ഠം ചാടിച്ചെത്തിച്ച് BJP നില സ്ഥിരപ്പെടുത്തിയത്. BJP ഇതാദ്യമായല്ല ഇത്തരത്തിൽ MLA-മാരെയും കൗൺസിലർമാരെയും ഒക്കെ ചാക്കിട്ട് പിടിക്കുന്നത്. മുൻപ് ഇത് നമ്മൾ നിതീഷ് കുമാറിൻ്റെ കാര്യത്തിൽ കണ്ടതാണ്. കർണാടകയിൽ ഒരു JDS കോൺഗ്രസ് സർക്കാരിനെ അട്ടിമറിച്ചത് തന്നെ MLA-മാരെ വിലക്കെടുത്തായിരുന്നു. മഹാരാഷ്ട്രയിൽ ഷിൻഡെ വിഭാഗം എന്നൊരു പുതിയ ശിവസേന വിഭാഗത്തെ രൂപപ്പെടുത്തിയെടുത്ത് തന്നെ അവിടുത്തെ സർക്കാരിനെ അട്ടിമറിക്കുന്നത് നമ്മൾ കണ്ടതാണ്. എന്തായാലും BJP അവരുടെ ജനാധിപത്യ വിരുദ്ധ നീക്കങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. MLA-മാരെ ചാക്കിട്ട് പിടിക്കുന്നതും കൗൺസിലർമാരെ ചാക്കിട്ട് പിടിക്കുന്നതും ഒക്കെ നമ്മുടെ ജനാധിപത്യത്തിൽ ഒരു സാധാരണ പ്രക്രിയയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു മോശം അവസ്ഥയിൽ കൂടിയാണ് നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യം കടന്നു പോകുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല.